ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഡിംബൂസിൻ്റെ ഒരു സൺഡേ മോർണിംഗ് ആണ് നമ്മൾ എടുക്കുന്നത്. ഇതെങ്ങനെ ആവുമെന്നൊന്നും അറിയില്ല. ഡിംബു രാവിലെ എണീക്കുന്ന ആളാണ് കേട്ടോ. നമ്മളെപ്പോലെ മടിയന്മാരും മടിച്ചികളൊന്നുമല്ല. ഡിംബു രാവിലെ എണീക്കും. ഡിംബുവിന് ഓരോ ദിവസം ഓരോരാളടുത്ത് കിടക്കുന്നത് ഡിംബു തന്നെയാണ് തീരുമാനിക്കുന്നത്. ചില ദിവസം എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തായിരിക്കും, ചില ദിവസം എൻ്റെ അനിയൻ്റെ അടുത്തായിരിക്കും. അവൻ തീരുമാനിക്കുന്നതനുസരിച്ചാണ് കിടക്കുന്നത്. പിന്നെ സ്കൂൾ ഡേയ്സിൽ മിക്കപ്പോഴും അച്ഛൻ്റെ അമ്മയുടെ കൂടെ ആയിരിക്കും കിടക്കുന്നത്. സാറ്റർഡേ സൺഡേ മാത്രമാണ് എൻ്റെ ബ്രദറിൻ്റെ കൂടെ, അവൻ്റെ മാമൻ്റെ കൂടെ. അവൻ അയ്യാന്ന് കേട്ടോ വിളിക്കുന്നത്, അവൻ്റെ മാമനെ. അപ്പോൾ മാമൻ്റെ കൂടെ സാറ്റർഡേ സൺഡേ ആണ് കൂടുതലും കിടക്കുന്നത്. വീട്ടിൽ തന്നെ ഫസ്റ്റ് എണീക്കുന്നത് ഡിംബുവാണ്. ഞായറാഴ്ച ദിവസത്തെ രാവിലെ എന്ന് പറയുന്നത് എല്ലാവർക്കും കുറച്ചധികം സമയം കിടന്നുറങ്ങാനുള്ള ഒരു ഇതാണല്ലോ. അപ്പം എല്ലാവരെയും പോലെ തന്നെ എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ കുറച്ചധികം സമയം കിടന്ന് ഉറങ്ങുന്നത് ഞായറാഴ്ച ദിവസമാണ്. ഡിംബു ഒന്ന് നേരത്തെ എണീക്കും. സ്കൂളില്ലാത്ത ദിവസം ഡിംബു വളരെ നേരത്തെ എണീക്കും. അപ്പോൾ ഡിംബു ഇപ്പോൾ അവരെ വിളിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇനി അവിടെ പോയി അവിടെ കുറച്ചെണ്ണം കിടത്തും, അതൊക്കെ ഉണ്ട്, അതൊന്നും ഞാൻ എടുക്കുന്നില്ല. ഡിംബൂസും എൻ്റെ ബ്രദറും ഭയങ്കര കൂട്ടാണ്. അവർ തമ്മിൽ ഭയങ്കര ഒരു അറ്റാച്ച്മെൻ്റാണ്, ഭയങ്കര ഒരു ബോണ്ടാണ്. അവൻ എൻ്റെ ബ്രദറിനെ അയ്യ എന്നാണ് വിളിക്കുന്നത്. എനിക്ക് വീഡിയോ എടുത്തു തരുന്നത് എൻ്റെ ബ്രദറാണ് കേട്ടോ. ബാക്കി സ്കൂൾ ദിവസങ്ങളിലൊന്നും നമുക്ക് ഇത്രയും ഇങ്ങനെ സമയം എടുത്തൊന്നും ഇങ്ങനെ ഈ ഡിംബുവിന് ഇങ്ങനെ പല്ലിയൊക്കെ മൂടാനൊന്നും പറ്റില്ല. അന്നത്തെ ദിവസം അമ്മ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. ഞാനും ഹസ്ബൻഡും ഇല്ലല്ലോ നാട്ടിൽ. അപ്പം അന്നത്തെ സ്കൂളുള്ള ദിവസങ്ങളിൽ അമ്മ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. കാരണം ഈ ബ്രഷും കൊടുത്ത ഡിംബുവിനെ വിട്ടിട്ടുണ്ടെങ്കിൽ സ്കൂള് പൂട്ടിയാലും ഡിംബു പല്ല് തേച്ച് കഴിയില്ല. നമ്മളെ വീട്ടിലെ ഒരു പ്രധാനപ്പെട്ട അംഗത്തെ കൂടിയാണ് കേട്ടോ നിങ്ങൾ എല്ലാവരും കാണാൻ വേണ്ടി പോകുന്നത്. ഇത് മൗഗ്ലിയാണ്. മൗഗ്ലി ഏകദേശം ഡിംബുവിൻ്റെ ഒരു ഏജ് തന്നെ ആയിരിക്കും മൗഗ്ലിക്ക്. കാരണം ഡിംബുവിനെ ഞാൻ പ്രസവിച്ച സമയത്ത് അതിൻ്റെ കുറച്ച് ആ ഒരു സമയത്ത് തന്നെയാണ് മൗഗ്ലിനെ എൻ്റെ അനിയൻ കൊണ്ടുവരുന്നതും. അതുകൊണ്ട് തന്നെ ഇവർ ഒരുമിച്ചാണ് വളർന്നതും അങ്ങനെ എല്ലാം. ഡിംബുവിനെ ശരിക്കും ഒറ്റയ്ക്ക് അങ്ങനെ വിട്ട് വരുമ്പോൾ ഇപ്പം ഞാനും ഹസ്ബൻഡും നമ്മൾ പുറത്താണല്ലോ. അപ്പോൾ ഡിംബുവിനെ ഒറ്റയ്ക്ക് അങ്ങനെ ആക്കിയിട്ട് വരുമ്പോൾ എനിക്ക് ആദ്യം ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു. ഇവൻ ഇത് അഡ്ജസ്റ്റ് ചെയ്യുമോ, ഇവന് അതുമായിട്ട് നിൽക്കുമോ, വിഷമാവോ, അതിനേക്കാൾ എനിക്കെങ്ങനെ പറ്റും, അങ്ങനത്തെ ഒക്കെ ഒരുപാട് പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ മനസ്സിലാക്കിയത് വെച്ച് ഡിംബു ഭയങ്കരമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു മോനാണ്. എല്ലാ ഇതുമായിട്ടും പൊരുത്തപ്പെട്ട് എല്ലാം മനസ്സിലാക്കി കണ്ടറിഞ്ഞ് അങ്ങനെ ചെയ്യുന്ന ഒരു വാവയാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാനും ഏട്ടനും എൻ്റെ ഹസ്ബൻഡും ഇല്ലെങ്കിൽ തന്നെ അവൻ അച്ഛൻ്റെ അമ്മയുടെയും മാമൻ്റെ ഒക്കെ കൂടെ ഭയങ്കര അടിപൊളിയായിട്ടാണ് അവൻ ഇതാക്കുന്നത്. മൗഗ്ലി ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. മൗഗ്ലിക്ക് ഡിംബുവിനോട് ഭയങ്കര സ്നേഹമാണ്, അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ എന്നാലും അവൻ അധികം അതിനെ പോയി തൊട്ടും പിടിച്ച് ഞെക്കൊക്കെ ചെയ്യും. അപ്പോൾ അത് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി നമ്മളൊന്ന് പേടിപ്പിക്കുന്നതാണ് കേട്ടോ അവനാ. ആ വണ്ടി തൊട്ടുമ്പോ സ്റ്റാൻഡിൽ നമുക്ക് പച്ചിക്കൂട്ടിലിടാം. ഡിംബുവിന് അധികം തന്നെ നമ്മൾ ഫോണും ലാപ്ടോപ്പും അങ്ങനെ സ്ക്രീൻ അധികം നമ്മൾ കാണിക്കാറില്ല. എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെ ചെയ്യലില്ലോ, എന്നാലും ഇടയ്ക്ക് കൊടുക്കാറുണ്ട് കേട്ടോ. ഇടയ്ക്ക് ഒരു ദിവസം ഡിംബുവിന് മൊത്തത്തിൽ ഓയിലിട്ട് അങ്ങനെ കുറച്ച് സമയം കളിക്കാനൊക്കെ വിട്ടിട്ടാണ് കുളിപ്പിക്കുന്നത്. കുളിച്ചാലും ലീവുള്ള ദിവസം ഭയങ്കര കളിയാണ് കേട്ടോ. അപ്പം എന്തായാലും ഒരു 2-3 കുളി എന്തായാലും ഉണ്ടാവേ. ഇത് ഡിംബൂസ് ഓരോന്നിങ്ങനെ അമ്മക്ക് എഴുതി കാണിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ സ്കൂളിൽ പഠിപ്പിക്കൂലേ, അത് ഓരോന്ന് ഇതല്ലേ അതിതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മക്ക് ഓരോന്ന് എഴുതി കാണിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ. അച്ഛൻ്റെ ഒരു കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ടാണ് ഇത്ര ചടപടേന്ന് പറഞ്ഞിട്ട് ഡിംബു പഠിക്കുന്നത്. അപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു.